കുമ്മാട്ടി സംഘങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കുമ്മാട്ടി സംഘങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കുമ്മാട്ടി സംഘത്തിലെ തൃശൂർ തെരുവിന്റെ ജനകീയമായ പ്രസിഡന്റ് സുരേന്ദ്രൻ നയിക്കുന്നത്. കുമ്മാട്ടി ഏകോപന സമിതി രതീഷ് കടവിൽ അടങ്ങുന്ന സംഘം. കുമ്മാട്ടി സംഘം തൃശ്ശൂരിന്റെ കുമ്മാട്ടി സംഘങ്ങളെ തൃശ്ശൂരിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ സുരേന്ദ്രൻ നയിക്കുന്നത്. തൃശ്ശൂരിന്റെ എം പിയുമായ സുരേഷ് ഗോപി അവരുടെ ക്ഷണപ്രകാരമാണ് ഞാൻ എത്തിയത്. വലിയ ഒരു ഓണസദ്യ ഉണ്ണാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയ അദ്ദേഹത്തിന്റെ കാരണം അതേ ക്ഷണപ്രകാരം ഞാൻ ഭക്ഷണം കഴിച്ചു. വളരെ രസകരമായിട്ടുള്ള ഒരു സദ്യ കഴിച്ചിട്ടുണ്ടെന്ന് ഞാൻ തോന്നുന്നു. എന്തായാലും ഒരു കേന്ദ്രമന്ത്രി ഈ തിരക്കിന്റെ ഇടയിൽ വന്നിട്ട് തൃശ്ശൂരിലെ ആൾക്കാർക്ക് കൂടി സംഘടിപ്പിച്ച ഈ ഓണസദ്യ അത് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു സംഭവമായിട്ട് നമ്മൾ കണക്കാക്കണം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ എളിമ, അദ്ദേഹത്തിന്റെ ആ നന്മ നമ്മളെപ്പോലുള്ളവർ മറക്കാതെ കണ്ടു. സാധാരണ ജയിച്ച് കേന്ദ്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വരാൻ സമയമില്ല എന്നൊക്കെ പറയും. പുലിക്കളിക്ക് പോലും അദ്ദേഹം അവസാന നിമിഷം വരെ ഇവിടെ പിടിച്ചു നിന്നു. ആദ്യമായിട്ട് 3 ലക്ഷം രൂപ 1 ലക്ഷം രൂപ കേന്ദ്രത്തിന് കൊടുക്കാറുണ്ട്. അതുകൂടാണ്ട് 3 ലക്ഷം രൂപ അദ്ദേഹം വളരെ കഠിനമായ പ്രയത്നത്തിലൂടെ വേണം പറയാൻ. അത് നമ്മളെക്കുള്ളവർക്ക് അറിയാൻ സാധിക്കും, എല്ലാവർക്കും അറിയില്ല. കേന്ദ്രത്തിന് എത്രയോ സ്റ്റേറ്റിന്റെ കാര്യങ്ങൾ നോക്കണം. പക്ഷെ സുരേഷ് ഗോപി ജയിച്ചു വന്ന മണ്ഡലത്തില് ഓണത്തിന് ഏറ്റവും കൂടുതൽ ഭംഗിയോടെ ആഘോഷിക്കുന്ന പുലിക്കളി മത്സരത്തിന് അദ്ദേഹം അവിടെ നിന്ന് 3 ലക്ഷം രൂപ സാധാരണ കൊടുക്കുന്ന ഒന്നുകൂടാതെ കണ്ട് 3 ലക്ഷം രൂപ പാസാക്കി തന്നതിന് ശേഷമാണ് വൈസ് പ്രസിഡന്റ് ഇലക്ഷന് വേണ്ടിയിട്ട് പ്രധാനമന്ത്രിയുടെ 5-6 ഫോണിന്റെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇവിടുന്ന് പറഞ്ഞ് അങ്ങനെ എത്തിച്ചേരാൻ പോകാൻ ഒരു ആവശ്യം വന്നത്. എന്തായാലും അദ്ദേഹം എനിക്ക് തോന്നുന്ന അടുത്ത പ്രാവശ്യം കൂടി നമ്മളെല്ലാവരും കൂടി അദ്ദേഹത്തെ മത്സരിപ്പിച്ച് ജയിപ്പിക്കണം എന്നൊരു ആഗ്രഹം കൂടി എനിക്കുണ്ട്. ഈ വരുന്ന കോർപ്പറേഷൻ ഇലക്ഷനിൽ കൂടി അദ്ദേഹത്തിന്റെ ഈ പ്രയത്നത്തിലൂടെ അദ്ദേഹം ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളിലൂടെ കോർപ്പറേഷനിൽ കൂടി നല്ലൊരു സീറ്റ് അദ്ദേഹത്തിന് മേടിക്കാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മേടിക്കാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് കിട്ടിയ വയസ്സ് ഒരു നമ്പറാണെന്നാണ് പ്രധാനമന്ത്രി എപ്പോഴും പറയാം. 80 നമ്പർ 75 വയസ്സിന് അടുത്തെത്തിയിട്ടുള്ള പ്രധാനമന്ത്രി 3 മണിക്കൂറാണ് തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് നോക്കുമ്പോൾ സുരേഷ് ഗോപിയൊക്കെ വളരെ ചെറുപ്പമാണ്. സിനിമയിൽ കൂടെ അദ്ദേഹം നമ്മളൊക്കെ എപ്പോഴും അദ്ദേഹം ചെറുപ്പാന്ന് കാണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ഒറ്റക്കൊമ്പൻ സിനിമയിൽ നമുക്കറിയാം അദ്ദേഹം എത്രത്തോളം ചെറുപ്പാണെന്നുള്ളത്.